കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ സഭാപ്രശ്നങ്ങൾക്ക് മേൽ അടയിരുന്നിട്ട് വിരിഞ്ഞ സർക്കുലർ കുഞ്ഞുങ്ങളെല്ലാം ചാപിള്ളകളായിരുന്നു എന്നത് ഈ സഭയ്ക്ക് വലിയ നാണക്കേടാണ്. പിറന്നത് ചാപിള്ളകളാണെങ്കിലും പിതാക്കന്മാർ എന്നാണ് ഇവർ ഇപ്പോഴും സ്വയം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ചാപിള്ളകളുടെ പിതാക്കന്മാർ എന്ന് ഇവർ അറിയപ്പെടും. 2024 ജൂൺ 9 സീറോ മലബാർ സിനഡ് പുറത്തിറക്കിയ സർക്കുലർ കർശന വ്യവസ്ഥകൾ നിറഞ്ഞതും നിർണായകമായ താക്കീതുകൾ കൊണ്ട് ശ്രദ്ധേയവും വിവാദങ്ങൾക്ക് കാരണമായതും അതിൽ പറഞ്ഞതൊന്നും ഇപ്പോഴും നടക്കാത്തതുകൊണ്ട് പാഴ്ക്കടലാസിന് തുല്യവുമാണ്. ഇക്കാര്യം മുൻപും ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടെങ്കിലും ബൈബിൾ വചനങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ ഓരോ വട്ടവും പുതിയ അർത്ഥവും ആശയവും ആഴവും കണ്ടെത്താനിടയാകുന്നത് പോലെ സീറോ മലബാർ സഭയുടെ സർക്കുലറുകളിലും അപാരമായ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ സർക്കുലറിലെ 3-ാം ഖണ്ഡിക നോക്കാം. ചെവി കൂർപ്പിച്ചൊന്ന് ശ്രദ്ധിക്കണേ. അതിനാൽ 2021 നവംബർ 28 പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിലർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും 2024 ജൂലൈ 3 മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ്. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടും. ആര്? ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുർബാന അർപ്പിക്കുന്നവർ. മെത്രാന്മാരെ, നിങ്ങളുടെ ഈ വിളംബരമനുസരിച്ച് ഇതുവരെ ആരെങ്കിലും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയോ? നിങ്ങൾ പുറത്താക്കിയോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ആരും കുർബാന അർപ്പിക്കുന്നില്ല എന്നല്ലേ? ആഹാ, എന്തൊരു മധുര മനോഹര മലബാർ സഭ! സത്യമെന്താണ്? ഏകീകൃത കുർബാന ഒഴികെയുള്ള കുർബാനകൾ നടക്കുന്ന എറണാകുളം എന്നല്ലേ? നിങ്ങളിറക്കിയ കൽപ്പന നടപ്പാക്കാൻ കഴിയാതെ നിഷിദ്ധ കുർബാന ചൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന നിങ്ങളും മെത്രാന്മാർ സഭയിൽ നിന്ന് പുറത്തായി എന്ന് വിശ്വാസികൾ കരുതുന്നതിൽ തെറ്റുണ്ടോ? മെത്രാന്മാരില്ലാത്ത സഭയായി ഇത് മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? മാതാപിതാക്കൾ തെരുവിൽ ഉപേക്ഷിച്ച മക്കളെപ്പോലെ ആയില്ലേ ഇവിടുത്തെ വിശ്വാസികൾ? 2, പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ. ആർക്ക് വിലക്കേർപ്പെടുത്തും? സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ഇത് ബാധകമായിരിക്കും. അതായത് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും വിലക്കേർപ്പെടുത്തും എന്ന് സർക്കുലറിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് കുറ്റപ്പെടുത്തുകയാണെന്ന് ആരും വിചാരിക്കല്ലേ. സർക്കുലറിൽ എഴുതി വെച്ച കാര്യം മാത്രമാണിത്. ഇതിലെന്തെങ്കിലും ഇവിടെ നടന്നോ? ആരെയെങ്കിലും പുറത്താക്കിയോ? ആർക്കെങ്കിലും വിലക്കേർപ്പെടുത്തിയോ? എന്തായാലും ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നത് മെത്രാന്മാരാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കാനൻ നിയമത്തിലും ബൈബിൾ പഠനത്തിലും സഭാചരിത്രത്തിലുമൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വിദ്വാൻമാരാണ് ഇവർ. പക്ഷേ ഇവരെ കൊണ്ട് ഇതെല്ലാം എഴുതി വെപ്പിച്ചത് പരിശുദ്ധാരൂപിയല്ല, അശുദ്ധാരൂപി അഥവാ സാത്താൻ ആണ് എന്നതിന് ഇതൊക്കെ തന്നെയാണ് തെളിവ്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപത വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം 2024 ജൂലൈ 3 മുൻപായി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ്. പ്രസ്തുത സത്യവാങ്മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ്. ഇക്കാര്യം ഈ വൈദികർ സേവനം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിലെ അധികാരികളെ
മേൽ നടപടികൾക്കായി അറിയിക്കുന്നതുമായിരിക്കും. ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ ആഴ്ചയിൽ 6 ദിവസവും പ്രവൃത്തി ദിനങ്ങളായിരിക്കുമെന്ന് സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നാൽ അത് എല്ലാ സർക്കാർ ജോലിക്കാർക്കും ബാധകമാണ്. അതിന് തയ്യാറുള്ളവരെല്ലാം സത്യവാങ്മൂലം തരേണ്ടതാണ് എന്ന് ആ ഉത്തരവിൽ കൂട്ടിച്ചേർക്കുകയുമില്ല. അതിന് തയ്യാറില്ലാത്തവർ എഴുതി തരണം എന്നാണ് പറയുന്നതെങ്കിൽ അതിലൊരു കാരണമുണ്ട്, ന്യായമുണ്ട്. രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനുള്ളതായതുകൊണ്ട് അനുസരിച്ചു കൊള്ളാമെന്ന് എല്ലാ പൗരന്മാരും എഴുതി കൊടുക്കേണ്ടതില്ല. നിയമങ്ങൾ അനുസരിക്കില്ലെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുകയോ പ്രതിഷേധം അറിയിക്കുകയോ സമരം ചെയ്യുകയോ ഒക്കെ ആവാം. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെ അനുസരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് എന്നൊരു സമരമുറ ആവിഷ്കരിക്കുകയും ദണ്ഡി മാർച്ച് പോലുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തല്ലോ. മാർപ്പാപ്പായും സിനഡും നിർദ്ദേശിച്ച കുർബാന ചൊല്ലാൻ തയ്യാറുള്ള വൈദികർ സമ്മതം എഴുതിത്തരണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? അതവരങ്ങ് അനുസരിച്ചാൽ പോരെ? അതനുസരിക്കാനുള്ളതല്ലേ? അനുസരിക്കാൻ തയ്യാറല്ലാത്തവരല്ലേ കാരണസഹിതം എഴുതി കൊടുക്കേണ്ടത്? എഴുതി കൊടുത്തില്ലെങ്കിലും എത്രയോ വിമത വൈദികർ അനുസരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അനുസരണക്കേട് തുടരുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ മെത്രാന്മാരെ? നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലേ മെത്രാന്മാരെ? ഒരു വികാരവുമില്ലാത്ത പ്രതിമകളാണോ നിങ്ങൾ? സഭയെ ഏറ്റവും വേദനിപ്പിക്കുന്നതും ലോകമെമ്പാടും ഈ സഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയതുമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിലൊന്നും നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആണ്ടിൽ 2 വട്ടം സിനഡെന്നും പറഞ്ഞ് വട്ടമേശ സമ്മേളനം നടത്തുന്നത്? വിശ്വാസികളുടെ പണം പൊടിച്ചെറിഞ്ഞ് ലോകമെമ്പാടും നിന്ന് പറന്നു വന്ന് ഒരാഴ്ച അടയിരിക്കുന്നത് വെറും വേസ്റ്റ് പരിപാടിയല്ലേ? വല്ലവും കൊച്ചു വർത്തമാനം പറയാനാണെങ്കിൽ നിങ്ങളുടെ തന്നെ മുറികളിലിരുന്ന് ഓൺലൈൻ പരിപാടി നടത്തിയാൽ പോരെ? വരുന്ന ദുഃഖാനയോടനുബന്ധിച്ച് തട്ടിലിറക്കിയ സന്ദേശത്തിലെ ഏതാനും വാക്കുകൾ കൂടി നോക്കാം. ഇന്നത്തെ മാധ്യമ ഡിജിറ്റൽ സംസ്കാരത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ ധ്രുവീകരണവും വിരോധവും വർദ്ധിപ്പിക്കുന്നതിനാൽ സത്യത്തെ അന്വേഷിക്കുകയും വിവേകപൂർണമായ കൂട്ടായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമ്മതിച്ചു. സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ഉടൻ നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ താങ്കളോട് നേരിട്ടും കത്ത് മുഖേനയും വീഡിയോ സന്ദേശം വഴിയും ആവശ്യപ്പെട്ടതല്ലേ? അത് നടപ്പാക്കിയിട്ട് പോരെ മാർപ്പാപ്പ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്? അറിയില്ലാത്ത കാര്യം അന്വേഷിക്കാനും നന്മയില്ലാത്തവ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും തിന്മയെ എതിർത്ത് തോൽപ്പിക്കാനും ആവശ്യമായ വിവേചന ശക്തിയും ജാഗ്രതയും ഇന്ന് നമുക്ക് ആവശ്യമാണ്. സത്യമാണ് മിസ്റ്റർ തട്ടിൽ, നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളല്ലേ ഇവിടുത്തെ സത്യവിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറിവില്ലാത്തത് പഠിക്കുക. കുർബാന എന്ന ദിവ്യ അത്ഭുതത്തെക്കുറിച്ച് കാര്യമായി അറിവില്ലാതിരുന്ന സാധാരണ ജനങ്ങൾ ഇപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്കുള്ളതിനേക്കാൾ അറിവ് നേടിയിട്ടുണ്ട്. കുർബാനയെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിമത മെത്രാന്മാരുടെയും വൈദികരുടെയും തിന്മകൾക്കെതിരെ പ്രതികരിച്ചും എതിർത്തും പോരാടുന്ന സത്യവിശ്വാസികളോട് നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണ്? തികഞ്ഞ അവഗണന. സീറോ മലബാർ സഭ കണ്ട ഏറ്റവും നിർഗുണ മെത്രാൻ നിങ്ങളാണ് എന്ന് വിശ്വാസികൾ പറയുന്നു. പാംപ്ലാനിയുടെ വക്രതയേക്കാൾ ഭീകരമാണ് തട്ടിലിൻ്റെ കാപട്യമെന്നും ജനങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഇത്തരം എഴുത്തുകളൊക്കെയാണ് അതിൻ്റെ തെളിവുകൾ. നെല്ലിശ്ശേരി അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ സഭയുടെ കുർബാന ചൊല്ലി അദ്ദേഹത്തെ ആദരവോടെ യാത്രയാക്കുന്നതിന് പകരം വിലക്കിയ കുർബാന ചൊല്ലി അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുകയും ആ നേരമത്രയും സങ്കീർത്തിയിൽ ഒളിച്ചിരിക്കുകയും ചെയ്ത നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? ഈ ദുഃഖാനയ്ക്ക് മുൻപ് ഇതൊക്കെ ഒന്ന് സ്വയം പരിശോധിക്ക് തട്ടിലെ. പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നത് പോലെ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും താൻ പൊരുമയുടെയും പ്രതീകമായ ബാബേൽ ഗോപുരങ്ങൾ തകർത്ത് കളഞ്ഞ് നീതിയും സമാധാനവും നിലനിൽക്കുന്ന ദൈവ മനുഷ്യ നഗരത്തിൻ്റെ നിർമ്മിതിക്കായി ഓരോരുത്തരും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ജാഗ്രതയോടെ വർത്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് മിസ്റ്റർ തട്ടിൽ. വഹിക്കുന്ന പദവിയുടെ ഉത്തരവാദിത്വത്തിനും അന്തസ്സിനും ചേർന്ന വിധം ജാഗ്രതയോടെ പ്രവർത്തിക്കൂ തട്ടിലെ. സിനഡ് അംഗീകരിച്ച കർമ്മപരിപാടികൾ സഭയുടെ വിവിധ തലങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഒരു വിശ്വാസി സമൂഹമെന്ന നിലയിൽ നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നാം വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുമ്പോഴും ഇത് തട്ടിലൊന്നുകൂടെ ആവർത്തിച്ച് വായിക്കണം. സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നീതിപൂർവകമായ ഒരു ലോകനിർമ്മിതിക്ക് വേണ്ടി എല്ലാവരുമായും സംവദിക്കാനും സഹകരിക്കാനും സഭയെന്നും തൽപരയാണ്. ആരെയും മാറ്റി നിർത്താതെ, വ്യത്യാസങ്ങളെ ഭയപ്പെടാതെ, സ്നേഹത്തോടെയും സത്യത്തോടെയും മറ്റുള്ളവരുമായി സംവദിക്കുന്ന സഭയായി നമ്മൾ മുന്നോട്ട് പോകണം. തുടരെ ഇങ്ങനെ വ്യാജം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു തട്ടിലെ?
നിങ്ങളുടെ ഉത്തരവുകൾ നടപ്പിലാക്കി തരണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് സത്യവിശ്വാസികൾ നിങ്ങളുടെ മൂക്കിന് കീഴെ 85 ദിവസം ഉപവാസം നടത്തിയിട്ട് നിങ്ങളവരെ കാണാനോ ഒരു വാക്ക് മിണ്ടാനോ തയ്യാറായോ? നിങ്ങൾ ഈ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അല്ല, മേജർ ബാധ്യതയാണ്. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കല്ലെറിഞ്ഞതും ആൻഡ്രൂസ് മെത്രാനെ തെറി പറഞ്ഞതും തോട്ടുപുറം അച്ഛനെ കുർബാനയ്ക്കിടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും ഏകീകൃത കുർബാന അർപ്പിക്കാത്തതും അൾത്താര കയ്യേറി ആഭിചാര കുർബാന ചൊല്ലിയതും ഉൾപ്പെടെ സകല കുറ്റങ്ങളും പുണ്യങ്ങളാക്കി പ്രതിഷ്ഠിക്കുന്ന വാഴ്ത്തുന്ന തട്ടിൽ പാമ്പ്ളാനി സഖ്യമേ, നിങ്ങളുടെ നിഷ്ക്രിയത്വവും ഭീരുത്വവും കൊണ്ട് സഭയെ ദ്രോഹിക്കുന്നതും വിശ്വാസികളെ ചിതറിക്കുന്നതും അവസാനിപ്പിക്കാൻ നേരമായി. സമയമാകുമ്പോൾ കോഴി കൂവുകയും പശു അമറുകയും ചെയ്യുന്നത് പോലെ ആഴ്ചകൾ കൂടുമ്പോൾ സർക്കുലർ വിസർജിക്കുകയല്ല നിങ്ങളുടെ ജോലിയെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. FCRA ബില്ല് വരുന്നു എന്ന് കേട്ടപ്പോൾ മാളത്തിൽ പുകയേറ്റ എലികളെപ്പോലെ നിങ്ങൾ മെത്രാന്മാർ ഒന്നടങ്കം ഇളകിയല്ലോ, വിരണ്ടു പാഞ്ഞല്ലോ. ഇപ്പോഴിതാ പ്രാർത്ഥന ദിനം ആചരിക്കാനും നിങ്ങൾ ആഹ്വാനിച്ചു. വിമത വൈദികരുടെ ധിക്കാരത്തിനെതിരെയും കുർബാനയ്ക്കേറ്റ അവഹേളനത്തിന് പരിഹാരമായും മെത്രാന്മാർക്ക് വെളിവ് കിട്ടാനായും ഏതെങ്കിലും ഒരു ദിനം പ്രാർത്ഥന ദിനമായി ആചരിക്കാമെന്ന് നിങ്ങളെന്താ പറയാത്തത്? FCRA നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. കാരണം FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻസ് ആക്ട് എന്ന് മാത്രമല്ല, ഫോളോയിങ് ക്രൈസ്റ്റ് റിയലി ഓൾവേസ് എന്നുകൂടി അർത്ഥമുണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് കുർബാനയേക്കാൾ വലുത് പണമാണ്, പദവിയാണ്. യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണ് എൻ്റെ ആശ്വാസം.